ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സജിത് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് എൻ്റെ സെക്കൻഡ് ഡെലിവറി വ്ലോഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡെലിവറി നാട്ടിൽ നിന്നായിരുന്നു, നൈൽ ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ സെക്കൻഡ് ഡെലിവറി UAE റാക്ക് ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് രാവിലെ ഒരു 7 o'clock തൊട്ട് വൈകുന്നേരം 3:30 ആവണ വരെയൊക്കെ പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ആദ്യം പെയിൻ വരും, പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് വീണ്ടും പെയിൻ വരും, അങ്ങനെ. പക്ഷെ സഹിക്കാൻ പറ്റുന്ന ചെറിയ രീതിയിലുള്ള പെയിൻ ആയിരുന്നു. അപ്പോൾ എനിക്ക് അറിയണില്ല ഇതിനി ഡെലിവറി പെയിൻ ആണോ ഫോൾസ് പെയിൻ ആണോ എന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പോൾ 3:30 വരെയൊക്കെ ആ പെയിൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും പറഞ്ഞ് എന്തായാലും വേണ്ടില്ല, നമുക്ക് ഹോസ്പിറ്റലിൽ പോയി നോക്കാം, ഡോക്ടർ എന്താ പറയണമെന്ന് നോക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് നെസ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടറിനെ ഉണ്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു 4 centimeter ഡയലേറ്റ് ആയിട്ടുണ്ട്, അപ്പോൾ ഇനി വീട്ടിൽ പോകാൻ പറ്റില്ല, നമുക്കിവിടെ അഡ്മിറ്റ് ആക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ആണെങ്കിൽ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഡെലിവറി ഡേറ്റ് പറഞ്ഞതിനെക്കാട്ടിയും 1 month മുന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ പെയിൻ വന്നിട്ട് പോയിട്ടുണ്ടായത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മളെ നേരെ കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് പിന്നെ ലേബർ റൂം റെഡി ആയി കഴിഞ്ഞപ്പം ഇവർ നമ്മളെ നേരെ ലേബർ റൂമിലേക്കാണ് അഡ്മിറ്റ് ആക്കണത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബർ റൂമിലേക്ക് റുവ ബേബിനെ കയറ്റൂല എന്നവർ പറഞ്ഞു. കുട്ടികൾക്ക് ആർക്കും ആ ലേബർ റൂമിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കറിയില്ല ഇനി എന്താ ഉണ്ടാവാൻ പോകുന്നത്, അതായത് നമുക്ക് അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരുമോ, എന്നാണ് ഡെലിവറി ഉണ്ടാവാമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അത്രയും നേരം അല്ലെങ്കിൽ അത്രയും ദിവസം പിന്നെ റുവ ബേബിനെ കാണാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഉള്ള രീതിയിൽ ആകെ ടെൻഷനായി പോയിട്ടാണ്. ഞാൻ വിചാരിച്ച് കുഞ്ഞേ കുട്ടിയല്ലേ, അപ്പോൾ അവർ ഉള്ളിൽ കയറ്റുമായിരിക്കും. ആ ഡെലിവറി ടൈമിൽ സമ്മതിച്ചില്ലെങ്കിലും അതുവരെയുള്ള ടൈം കയറാൻ പറ്റുമായിരിക്കും എന്നൊക്കെ ആയിരുന്നു പ്രതീക്ഷ. അപ്പോൾ ആകെ വിഷമമായിപ്പോയി. പിന്നെ വേറൊരു വിഷമമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പാരൻസ് ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല, പപ്പ ഉമ്മ എൻ്റെ ഫാമിലിയിലത്തെ എല്ലാവരും. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഉള്ളിൽ വിഷമമുണ്ട്. അവരൊക്കെ അടുത്തുണ്ടായിരുന്നെങ്കിൽ അത്രയും ഹാപ്പി ആയിരുന്നില്ലേ. അപ്പോൾ അവരാരുമില്ല, അവരിങ്ങനെ വീഡിയോ കോളൊക്കെ ചെയ്ത് കണ്ട് ഓരോ വിശേഷങ്ങൾ അവരോട് പറയുമ്പോഴാണ് ഒരു സമാധാനം ആവണുണ്ടായിരുന്നത്. അപ്പോഴത്തേ ഞാൻ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്കിങ്ങനെ ബേബീൻ്റെ ഹാർട്ട് ബീറ്റ് നോക്കണത്, പിന്നെ എൻ്റെ പൾസ് ചെക്ക് ചെയ്യണത്, പെയിൻ ചെക്ക് ചെയ്യണത്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മളുടെ മേല് ഫിറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 4 centimeter ആയി എന്ന് പറഞ്ഞപ്പം ഞങ്ങൾ വിചാരിച്ചു ചിലപ്പോൾ ഇന്ന് തന്നെ ഡെലിവറി ഉണ്ടാവുമായിരിക്കും, കൂടിപ്പോയി നാളെ ആയിരിക്കും ഉണ്ടാവുക, അങ്ങനെയൊക്കെ വിചാരിച്ചു കേട്ടോ. ഈ റാക്ക് ഹോസ്പിറ്റലിൽ നമ്മൾ വന്നിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാക്കേജ് എടുത്തതാണ്. നമ്മളെ റാസൽ കെയ്മയിലുള്ള പ്ലാറ്റിനം മെഡിക്കൽ സെൻറ്ററിൽ നിന്നാണ് കേട്ടോ നമ്മൾ പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 7,000 dirhams ഡെലിവറി പാക്കേജ് എടുത്തതാണ്. അപ്പോൾ അതിൽ നമ്മൾ 2 days ഹോസ്പിറ്റലിൽ സ്റ്റേ, അതുപോലെ ഈ ഒരു ഡെലിവറി, അവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആയിട്ടാണ് ആ ഒരു പാക്കേജ് ഉള്ളത്. അപ്പോൾ ഇട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ പെയിൻ വന്നപ്പോൾ എമർജൻസിയിൽ അങ്ങനെ റാക്ക് ഹോസ്പിറ്റലിൽ കയറിയതാണ് കേട്ടോ. അപ്പോൾ അവർ കറക്റ്റ് ടൈമിങ്ങിൽ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുന്നുതരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ അഡ്മിറ്റായിട്ട് പിന്നെ അവരിത് രാത്രിക്കലത്തെ ഫുഡൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡെലിവറി ആവുന്നതിൻ്റെ മുന്നേ ഉള്ള ദിവസങ്ങൾ അവർ ഫുഡ് തരാമെന്ന് പറയുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ഫുഡ് ഐറ്റംസാണ് അവർ തരുന്നത്. അപ്പോൾ ഇങ്ങനെ വൈറ്റ് റൈസ്, അതിൻ്റെ കൂടെ ബോയിൽഡ് വെജീസ്, പിന്നെ എന്തെങ്കിലും ചെറിയൊരു മസാലയിൽ വലിയ ഫ്ലേവറൊന്നും ഉണ്ടാവില്ല, അങ്ങനെ ഫിഷ് അല്ലെങ്കിൽ ചിക്കൻ അതൊക്കെ തന്നെ ഉണ്ടാവാട്ടോ. പിന്നെ കേടുമാണ് തരുന്നത്. അങ്ങനെ ഫുഡൊക്കെ വന്നപ്പോൾ പിന്നെ എൻ്റെ കയ്യിലേക്കൊന്നും ഒഴിവില്ലാത്തതുകൊണ്ട് കൈമിൽ ഇഞ്ചക്ഷൻ, മറ്റേ മരുന്ന് കയറ്റാനുള്ള സംഭവം ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്കും അതുപോലെ താത്ത ഉണ്ടായിരുന്നു, താത്തയൊക്കെയാണ് എനിക്ക് വാരി തന്നിരുന്നത് കേട്ടോ ഫുഡ്. പിന്നെ എന്തെങ്കിലും ഒരു ഫ്രൂട്ടും അതിൻ്റെ കൂടെ അവർ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ വാട്ടർമെലനാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനങ്ങനെ ഫുഡൊക്കെ കഴിച്ച്, ഇപ്പോൾ ഈ ഒരു പാക്കേജിൽ എന്ന് പറയുമ്പോൾ എനിക്കുള്ള ഫുഡ് മാത്രമേ കിട്ടുള്ളൂ, നമ്മളെ കൂടെ വന്നിട്ടുള്ളവർക്ക് അവർ വേറെ വാങ്ങിക്കേണ്ടി വരും ഫുഡ് കഴിക്കാനും കാര്യങ്ങളൊക്കെ. അങ്ങനെ അന്ന് നൈറ്റ് അവിടെ സ്റ്റേ ചെയ്തത് ഞാനും ഇക്കും കൂടിയിട്ടാണ് കേട്ടോ. റുവ ബേബീനെ ഉമ്മയുടെ കൂടെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഉമ്മ, താത്ത, ചിയാമു, റുവ ബേബി ഒക്കെ കൂടിയിട്ട് നമ്മളെ വീട്ടിൽ നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റുവ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു, കറക്റ്റായിട്ട് ഉറങ്ങുകയൊന്നും ചെയ്യാണ്ട്. ഒന്നാമത് ഞങ്ങൾ രണ്ടുപേരെയും കാണുന്നില്ല എന്നുള്ളതുണ്ടാവും. പിന്നെ ആകെ ചേഞ്ച് ആയ പോലെയൊക്കെ കുട്ടിക്ക് തോന്നുന്നുണ്ടാവും കേട്ടോ.
അത് കാരണം കൊണ്ട് തന്നെ മര്യാദക്ക് ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്കാണെന്നുണ്ടെങ്കിലും ഫുൾ ടെൻഷനായിരുന്നു. ഞാൻ റുവ ബേബീനെ ഇതുവരെയും വിട്ട് നിന്നിട്ടില്ല ഒരു ദിവസം പോലും. അപ്പോൾ അങ്ങനെ നിൽക്കേണ്ടി വരിക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു, സങ്കടമായിരുന്നു. പിന്നെ വേറെ ഓപ്ഷനില്ല നമുക്ക് എന്നുള്ള രീതിയിലാണ് കേട്ടോ റുവ ബേബിനെ വീട്ടിലേക്ക് വിട്ടത്. പിന്നെ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അവരെല്ലാവരും വന്ന് നമ്മളും രാവിലെ എണീച്ച് നമ്മളെ രാവിലത്തെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇത് നമ്മൾ ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ള സെക്കൻഡ് ഡേ ആണല്ലോ. അപ്പോൾ അന്ന് ഡോക്ടർ വന്ന് വീണ്ടും ചെക്ക് ചെയ്ത് നോക്കി, PV ചെയ്ത് എത്ര ഡയലേറ്റ് ആയിട്ടുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കുമ്പോൾ 4 സെൻറ്റിമീറ്റർ തന്നെ ഡയലേറ്റ് ആയിട്ടുള്ള ചേഞ്ചൊന്നും വന്നിട്ടില്ല. അപ്പോൾ പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇതൊരു പ്രീ ടേം ലേബറാണ് അവരെ സംബന്ധിച്ചോളം. കാരണം എനിക്ക് 36 വീക്കാണ് കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 37 വീക്ക് 6 ഡേയ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ വേദന വരാനുള്ള മരുന്ന് തന്നിട്ട് പ്രസവിപ്പിച്ചിരുന്ന അങ്ങനത്തെ രീതിയിൽ പറഞ്ഞു. ഇതിപ്പോൾ പ്രീ ടേം ആയതുകൊണ്ട് അവരങ്ങനെ വേദന വരാനായിട്ട് മരുന്ന് തരുന്നില്ല, തന്നെ വേദന വന്നാലാണ് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് എക്സസൈസ് ചെയ്യാനും നടക്കാനൊക്കെ പറഞ്ഞ് ഞാൻ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ റുവ ബേബിനെ കണ്ടിട്ടില്ലല്ലോ, എനിക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാനും പറ്റില്ല. അപ്പോൾ എനിക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് ഇക്കനോട് അവിടുത്തെ നഴ്സുമാരോട് ചോദിച്ചിട്ട് റുവ ബേബീനെ ഉള്ളിൽ കയറ്റിയിട്ട്, അപ്പോൾ അവർ പറഞ്ഞ് വേഗം കണ്ടിട്ട് പുറത്തേക്ക് ഇറക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ റുവ ബേബി ലേബർ റൂമിൻ്റെ ഉള്ളിൽ വന്ന് അങ്ങനെ ഞാൻ റുവാനെ കണ്ട് ഉമ്മക്ക് കൊടുത്ത് കുറച്ചൊരു സമാധാനം കിട്ടിയിട്ടാണ്. പക്ഷെ റുവ പോകുമ്പോൾ കരയായിരുന്നു അവിടുന്ന് പോകുമ്പോൾ ഞങ്ങളെ കണ്ടിട്ട്. പിന്നെ പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴത്തേക്കും ചായയും അതിൻ്റെ കൂടെ ഈ പപ്സ് പോലത്തെ സാധനമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബേബീൻ്റെ അനക്കം എത്ര പ്രാവശ്യം അനങ്ങുന്നുണ്ടെന്ന് ഇതിൽ കൗണ്ട് ചെയ്യാൻ പറഞ്ഞിട്ട് തന്നതാണ് കേട്ടോ. അപ്പോൾ അത് അനുസരിച്ചിട്ട് ഞാൻ പ്രസ് ചെയ്യണുണ്ട്. ഞാനിങ്ങനെ ഡോക്ടർ പറഞ്ഞ പോലെ എക്സസൈസ് ചെയ്യുക, നടക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യണുണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്ന് തന്നെ ഒരു വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ പെയിൻ വന്നു തുടങ്ങി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെയിൻ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വിചാരിച്ച് ഓക്കെ ഡയലേഷൻ 4 സെൻറ്റിമീറ്റർ മാറിയിട്ടുണ്ടാവും, ഇനി വന്ന് ചെക്ക് ചെയ്യുമ്പം എന്തായാലും കുറച്ചും കൂടി കൂടിയിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു കേട്ടോ. കാരണം പെയിൻ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. പിന്നെ അന്ന് രാത്രി ഇങ്ങനെ കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് നോക്കണേൽ 3 പ്രാവശ്യമായിട്ട് ഹാർട്ട് ബീറ്റ് കുറഞ്ഞിട്ട് കാണിച്ചിട്ടാണ്. അപ്പോൾ പിന്നെ നഴ്സുമാരൊക്കെ വേഗം വന്ന് എനിക്ക് ഓക്സിജൻ മാസ്ക് വെച്ചന്ന് പിന്നെ ഗ്ലൂക്കോസ് കയറ്റലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ടൈമിൽ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഹാർട്ട് ബീറ്റ് കുറയാനും പാടില്ല, കൂടാനും പാടില്ല. അപ്പോൾ കുറഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് ടൈം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ C-സെക്ഷൻ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ആകെ ടെൻഷനായിട്ടാണ് നമുക്ക് ആ ഒരു രാത്രിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞപ്പോൾ പിന്നെ ടെൻഷൻ വന്ന് ഇനിയിപ്പോൾ C-സെക്ഷൻ ചെയ്യാൻ കൊണ്ടുപോവോ, ഇവരാണെന്നുണ്ടെങ്കിൽ വേദനയ്ക്ക് മരുന്നും തരുന്നില്ല, എനിക്കാണെങ്കിൽ പെയിൻ വരുന്നില്ല, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഫുൾ ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഡേ ആയി നമ്മൾ അവിടെ വന്നിട്ടുള്ള 3rd ഡേ. അപ്പോൾ അന്ന് ഉമ്മ ഇങ്ങനെ ചെല്ലാൻ വേണ്ടിയിട്ട് കുറച്ച് സംഭവങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ യൂനസ് നബിയുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാർത്ഥന, അതുപോലെ പ്രസവം എളുപ്പമാവാനുള്ള ഒരു ആയത്ത് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ചെല്ലണുണ്ടായിരുന്നു. അപ്പോൾ സമയം ഒരു 2:30 ആകുമ്പോൾ ഡോക്ടർ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ട് പറഞ്ഞു 5 മണിയാകുമ്പോൾ ഡോക്ടർ വരാം, എന്നിട്ട് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ബ്രേക്ക് ചെയ്തിട്ട് മരുന്ന് കയറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറേ നേരമായി വെയിറ്റിങ്. വെള്ളിയാഴ്ച വന്നതാണ്. ഓരോ ഡോക്ടർമാർ മാറി വരും. ഇൻഷാ അല്ലാഹ് എന്തായാലും നോക്കി നോക്കാം. സമയം ഒരു 5:30 ആയപ്പോൾ വാട്ടർ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഡോക്ടർ വന്നിട്ട്. പിന്നെ ഉണ്ട് നന്നായി പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡോക്ടർ വന്നിട്ട് ആ ഒരു വാട്ടർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് സ്വന്തമായിട്ട് തന്നെ പിന്നെ നന്നായിട്ട് പെയിൻ വരാൻ തുടങ്ങിയിട്ടാണ്. പിന്നെ പെയിൻ വരാനുള്ള മരുന്ന് കയറ്റേണ്ട ആവശ്യമൊന്നും വന്നില്ല. ഭയങ്കരമായിട്ട് കൂടി വരുന്നുണ്ടായിരുന്നു. അതിനനുസരിച്ചിട്ട് ഡയലേഷനും കൂടുന്നുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് ചെക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ കൂടി വരുന്നുണ്ടായിരുന്നു. ഒരു 5 മണി 5:30 ആകുമ്പോൾ തുടങ്ങിയ ആ ഒരു പെയിന് 9 മണി വരെയും പെയിൻ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ആ ഒരു ടൈം ആകുമ്പോഴാണ് പിന്നെ ഞാൻ ഡെലിവറി ചെയ്തത്. അപ്പോൾ താത്തയും ഇക്കുമാണ് ഡെലിവറി ടൈമിൽ കൂടെ ലേബർ റൂമിൽ നിൽക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ലാണ്ട് ഒരു ബേബി ബോയിനെ കിട്ടി. അപ്പോൾ നാട്ടിലത്തെ പോലെ അല്ല കേട്ടോ, ഇവിടെ നമുക്ക് ഡെലിവറി കഴിഞ്ഞ അപ്പം തന്നെ അങ്ങനെ തന്നെ ബേബീനെ നമ്മളുടെ നെഞ്ചത്ത് ഇങ്ങനെ കെടുത്തി തരും കേട്ടോ. അതിൽ തന്നെ നമ്മളുടെ പെയിനൊക്കെ നമ്മളൊന്ന് ഒരു നിമിഷത്തേക്ക് മറന്നു പോകും. കാരണം അത്രയും ഹാപ്പി ആവും നമ്മൾ അങ്ങനെ ബേബീനെ കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെ കുറച്ച് ടൈം കെടുത്തി
പിന്നെ ബേബീനെ കൊണ്ടുപോയി ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ അതേ താത്ത എല്ലാവർക്കും ചോക്ലേറ്റൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ആഷ്താത്തൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആഷ്താത്ത, ഷിറാസ്ക, കുട്ടീസൊക്കെ ഞാൻ അവിടെ അഡ്മിറ്റ് ആയത് അറിഞ്ഞിട്ട് കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷെ അപ്പോഴത്തേക്കും പിന്നെ ഡെലിവറി ആയി. അങ്ങനെ പിന്നെ ഇതേ നേഴ്സുമാർക്കും എല്ലാവർക്കും ചോക്ലേറ്റൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ബേബീനെ അപ്പം തന്നെ അവർ പുറത്തേക്ക് കൊണ്ടുപോയി പുറത്തുള്ളവർക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അലോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബേബീനെ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമല്ലോ, അതിന് ശേഷമാണ് അവർക്കൊക്കെ കാണാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബേബീനെ നമുക്ക് തന്നപ്പോൾ അപ്പം തന്നെ അതേ ബേബീൻ്റെ ചെവിയിൽ ബാങ്ക് കൊടുക്കണം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുറത്ത് അളിയനും കുട്ടീസും പിന്നെ ഷിറാസ്ക, കുട്ടികൾ, ഉമ്മ ഒക്കെ ഉണ്ടായിരുന്നു. ഉമ്മ ഒക്കെ പിന്നെ ലേബർ റൂമിൽ വന്ന് അപ്പം തന്നെ ബേബീനെ കണ്ടിട്ടൊക്കെ പോയി. പിന്നെ ആണുങ്ങൾക്കും കുട്ടികൾക്കൊന്നും വരാൻ പറ്റില്ലല്ലോ, അപ്പോൾ അവർക്കൊന്നും അപ്പം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷമാണ് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഇതേ ബേബീനെ എൻ്റെ കയ്യിൽ കൊടുന്ന് അന്ന് ഫുൾ ക്ലീനാക്കി സെറ്റാക്കിയിട്ട് അപ്പോൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ എൻ്റെ മെയിൻ ചിന്ത എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് റൂമിലേക്ക് ഷിഫ്റ്റ് ആവണം, അപ്പോഴല്ലേ എനിക്ക് റുവ ബേബീനെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ റുവ ബേബീനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ എന്താ പറയുക, എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റണില്ല. വോയിസ് കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് വിഷമം വരണം. ആ ഒരു സിറ്റുവേഷനൊക്കെ ആലോചിക്കുമ്പോൾ റുവാനെ വിട്ട് നിൽക്കുക എന്ന് പറയണതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക്. എന്തായാലും അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ലാണ്ട് നമ്മളെ ഡെലിവറിയും കാര്യങ്ങളും ഒക്കെ ആ ദിവസങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞു പോയി. അങ്ങനെ അതേ ഞങ്ങളെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴും റുവാക്ക് എന്നെ കാണുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരാൻ എന്തോ ഒരു മടി പോലെയായിരുന്നു. കാരണം ഞാൻ വേറെ ഡ്രസ്സല്ലേ ഇട്ടേക്കണം, അവർ തന്നിട്ടുള്ള ആ ഒരു കോസ്റ്റ്യൂമിലാണ്. അതേപോലെ എൻ്റെ കൈമലൊക്കെ സൂചിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവളങ്ങനെ വരാണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ കണ്ടിട്ടാണ് ഏകദേശം ഒന്ന് സെറ്റായി വരുന്നുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് അവിടെയുള്ള അത്യാവശ്യം നല്ലൊരു റൂമാണ് കേട്ടോ തന്നിട്ടുണ്ടായിരുന്നത്, ഒരു സ്യൂട്ട് റൂമാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ 2 ബെഡ് ഉണ്ടായിരുന്നു. ഒന്നിൽ ഞാൻ കിടന്ന്, ഉമ്മ കിടന്ന്, പിന്നെ താഴെ വിരിച്ചിട്ടാണ് കേട്ടോ ഇക്കും റുവ ബേബിയും കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു റൂമിൻ്റെ റൂം ടൂർ എന്നുള്ള രീതിയിൽ ഇക്കുവിനോട് ജസ്റ്റ് എടുത്തു വെച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ 2015 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റൂമാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് നമ്മളിങ്ങനെ കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് വാഷ്റൂം വരുന്നത് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലുപ്പത്തിലുള്ള വാഷ്റൂമാണ്. ഇങ്ങനെ കേർട്ടൻ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്, ബാത്ത് ഏരിയയും ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ റുവ ബേബി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഫുൾ ഇക്കോൻ്റെ കൂടെ തന്നെ ഇരുന്നു കേട്ടോ. കാരണം നമ്മളെ 2 ദിവസം കാണാണ്ടായപ്പോൾ ഇനി നമ്മളെങ്ങോട്ടെങ്കിലും പോവോ എന്നുള്ള ഒരു മൈൻഡൊക്കെ വന്ന് കുട്ടിക്ക്. അപ്പോൾ ഇക്കോ എങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലും അപ്പോൾ ഇക്കോ എടുക്കണം, കൊണ്ടുപോകണം എന്നൊക്കെയുള്ള രീതിയിലായി. പിന്നെ അത് ഈ ഒരു സൈഡിൽ കിച്ചൺ ഉണ്ട്. കിച്ചണിൽ ഫ്രിഡ്ജും അതുപോലെ ഓവൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ റൂം. അപ്പോൾ റൂമിൽ ഇങ്ങനെയൊക്കെയാണ് സെറ്റപ്പ്. ഇരിക്കാൻ സോഫ കാര്യങ്ങളും ഇങ്ങനെ ഇതൊക്കെ ഉണ്ട്. ബേബിനെ ഇതിൽ കിടത്തിയിട്ടുണ്ട് കേട്ടോ. ഗുഡ് ഗേൾ ആണ് കേട്ടോ. ഐ ലവ് യു ഒക്കെ പറയുന്നുണ്ട്. ഉമ്മ കൊടുത്താ ബേബിക്ക്. ഇഷ്ടായിട്ട ബേബിനെ. ദീദി എങ്ങനെ വിളിക്കാനറിയോ? ദീദി നമ്മളെ റൂമിലേക്ക് ഷിഫ്റ്റ് ആക്കിയത് രാത്രിയായിരുന്നല്ലോ. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമുക്ക് ബേബിക്ക് സംസം വെള്ളം കൊടുക്കലും ഈത്തപ്പഴം കൊടുക്കലും ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഉമ്മ ബേബിക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സംസം വെള്ളം വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈത്തപ്പഴത്തിൽ നിന്ന് തിരിയാക്കിയിട്ട് ഇങ്ങനെ ഒരു മധുരം കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ബേബി നല്ല കുട്ടിയായിട്ട് കിടക്കുന്നുണ്ട് അവിടെ. അതിനുശേഷം നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ബേബീൻ്റെ ചെവിയിൽ പേര് വിളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പേരൊക്കെ ഓൾറെഡി മുമ്പ് കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. ഐൻ മാലിക് എന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പേരൊക്കെ വിളിച്ച് ബേബീനെ, ഐൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്യൻ എന്നൊക്കെ ഉണ്ടാ മീനിങ് വരുന്നത്. മാലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിങ്, എംപറർ എന്നൊക്കെയുള്ള രീതിയിലാണ്.
അപ്പോൾ ഇതേ പിന്നെ നമ്മളെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഡേ ഉച്ചക്കലത്തെ ഫുഡ് അവർ കൊടുന്നായിരുന്നത്. അവർ നമ്മളോട് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ത് ഫുഡാണ് വേണ്ടതെന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു എപ്പോഴും സെയിം ഫുഡ് തന്നെയാണ് തരില്ല, ഇങ്ങനെ ഉച്ചക്കലത്തെ ഫുഡ് എന്ന് പറയുമ്പോൾ മാറ്റം അങ്ങനെ ഉണ്ടാവലില്ല. അപ്പോൾ ഇപ്രാവശ്യം ഡെലിവറി ഒക്കെ കഴിഞ്ഞ കാരണം കൊണ്ട് അവർ സോഫ്റ്റ് ഫുഡൊക്കെ ചേഞ്ച് ആക്കി. പിന്നെ എനിക്ക് ഓപ്ഷൻ തന്നത് ബിരിയാണി, ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, പാസ്ത, അങ്ങനെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അതിൽ നിന്ന് പാസ്ത ഉണ്ട് സെലക്ട് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല റെഡ് സോസ് പാസ്ത, അതിൻ്റെ കൂടെ തന്നെ ഈ പാസ്തയും വെജിറ്റബിൾസൊക്കെ കൂടിയിട്ടിട്ടുള്ള ഒരു സാലഡും പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ സൂപ്പും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അവരാണെന്നുണ്ടെങ്കിലും പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉള്ളിലിരുന്ന് കഴിച്ചു കേട്ടോ. പിന്നെ ഈ ഒരു ഹഗ്ഗീസിൻ്റെ ഗിഫ്റ്റ് സെറ്റ് ഇവർ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് തന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൽ ഹഗ്ഗീസിൻ്റെ പാമ്പേഴ്സ് വരുന്നുണ്ട്, പാഡ്, അതുപോലെ ഈ ഒരു പാൻറ്റീസ് എല്ലാം കൂടിയിട്ടുള്ളൊരു കിറ്റാണ്. അപ്പോൾ അത് നമുക്ക് തന്നിട്ടുണ്ട്. അതാണെങ്കിൽ ഈ ഒരു ടൈമിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമല്ലേ. പിന്നെ ആഷിതാത്തയും ഷിറാസ്കൊക്കെ വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു ചോക്കോ ലാലയുടെ കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതും ഞാൻ ജസ്റ്റ് കാണിച്ചതാണ് കേട്ടോ. പിന്നെ ദേ റുവ ബേബിക്ക് ഇപ്പോൾ കുറച്ചൊരു ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ അവിടുത്തെ ഡ്രസ്സൊക്കെ ചേഞ്ചാക്കി എൻ്റെ മാക്സിയൊക്കെ എടുത്തിട്ട് അപ്പോൾ തന്നെ കുട്ടിക്ക് കുറച്ചൊരു സമാധാനമായിട്ടാണ്. അങ്ങനെ എൻ്റെ അടുത്ത് വന്ന് കിടക്കുക, ഉമ്മ തരെയും കാര്യങ്ങളൊക്കെ ചെയ്യണുണ്ട്. പിന്നെ ഒരു വൈകുന്നേരം ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ആഷിതാത്തയും കുട്ടീസൊക്കെ കൂടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബേബിനെ കാണാൻ വേണ്ടിയിട്ട്. കാരണം ഡെലിവറി ഡേ വന്നപ്പോൾ ആഷിതാത്താക്ക് മാത്രമാണ് ലേബർ റൂമിൽ കയറിയിട്ട് ബേബിനെ കാണാൻ പറ്റിയത്. പിന്നെ അവർ ബേബിനെ പുറത്തേക്ക് ഇറക്കാനും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ നമ്മൾ റൂം കിട്ടുന്ന വരെ അവർ വെയിറ്റ് ചെയ്യാൻ നിന്നില്ല. പിറ്റേ ദിവസം കുട്ടികൾക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പോയിട്ടാണ്. പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴത്തേക്കും താത്ത, അളിയൻ, കുട്ടികൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആദിയുടെ ഫ്രണ്ട്സും എല്ലാവരും ഒന്നിച്ചാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ബേബിനെ മടിയിൽ വെക്കണം. അപ്പോൾ ഇതേ ചിയാമു അതുപോലെ ചിതു എല്ലാവരും മാറിയിട്ട് ബേബിനെ മടിയിൽ വെക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യണുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇതേ ആദിയുടെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് അവർ സർപ്രൈസ് ആയിട്ട് ഇതേ ബേബിക്ക് ഒരു കേക്കൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് കേക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഹണി കേക്ക്. അപ്പോൾ ഇതേ നമ്മൾ ഒന്നിച്ച് കേക്ക് കട്ട് ചെയ്യണം കേട്ടോ. എന്ത് പറഞ്ഞിട്ടാ അയിൻ മാലിക്കല്ലേ? അയിനാമാലാണ്. എനിക്കറിയാം. ഒരു വൈകുന്നേരം ടൈമൊക്കെ ആയപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്ക് ഡിസ്ചാർജ് ആക്കാം, ഇന്ന് നൈറ്റ് ഡിസ്ചാർജ് ആക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ രാത്രി അവിടുത്തെ ബാക്കി പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതേ നമ്മൾ ബേബിനേറ്റ് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ കുറച്ച് ദിവസം അടുപ്പിച്ച് ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട് തന്നെ മതിയായിക്കണ്, എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് പോയാൽ മതി എന്നുള്ള രീതിയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതേ ബേബിനൊക്കെ സെറ്റാക്കി ബേബി ഹോൾഡറിലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനായാലും ഡ്രസ്സൊക്കെ പോയി ചേഞ്ച് ചെയ്ത് വന്നിട്ടാ ഇനി വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്നുള്ള രീതിയിൽ ഒന്നിച്ച് നിന്നിട്ട് ഫോട്ടോ, വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ബേബിനേറ്റ്, റുവ ബേബിനെയും ഒക്കെ കൂട്ടിയിട്ട്. അങ്ങനെ അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു ഡെലിവറി വ്ളോഗിലുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും അടിപൊളി വീഡിയോസായിട്ട് കാണാം. ഡെലിവറിക്ക് ശേഷമുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ.